പക്ഷാദുപരി കർത്തവ്യം അർവാങ്മാസത്രയാദപി ജാതസ്യ നാമകരണം തദ്വന്നിഷ്ക്രമണം ഗൃഹാത്. ജനിച്ച കുഞ്ഞിന് ജാതസ്യ നാമകരണം പേരിടുക. പക്ഷാദുപരി 15 ദിവസത്തിന് ശേഷം കർത്തവ്യം ചെയ്യേണ്ടതാണ്. 15 ദിവസം കഴിഞ്ഞാൽ പേരിടാം കുഞ്ഞിന്. ഗുരു പറയുന്നു 15 ദിവസത്തിന് ശേഷം നാമകരണം ചെയ്യണം. തദ്വത് അതുപോലെ ഗൃഹാത് നിഷ്ക്രമണം, ഗൃഹത്തിൽ നിന്ന് കുഞ്ഞിനെ 3 മാസം വരെ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. 3 മാസത്തിന് ശേഷം നിഷ്ക്രമണം. 3 മാസത്തിന് ഉള്ളിൽ ഏകദേശം അർവാങ് മാസത്രയാത് 3 മാസത്തിനുള്ളിൽ പുറത്തേക്ക് കൊണ്ടുപോയി സൂര്യനെ കാണിച്ചു കൊടുക്കണം. സൂര്യനെ കാണിക്കുക എന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ എടുത്ത് കൊണ്ടുപോകരുത് പ്രസവിച്ച ഉടനെ ഒന്നും. ഒരു 2 മാസമൊക്കെ 3 മാസത്തിനോട് അടുക്കുന്ന സമയത്ത് നിഷ്ക്രമണം എന്നാണ് അതിൽ പറയുക. അത് ബാലസൂര്യനെ കാണിച്ചു കൊടുക്കണം, നട്ടുച്ചയ്ക്ക് കൊണ്ടുപോയിട്ട് കാണിക്കരുത്. അങ്ങനെ ആദ്യത്തെയായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുക, പേരിടുക, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കുട്ടിക്ക് എന്തിനാണ് പേരിടുന്നത്? ആ പേര് ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ അർത്ഥമായിട്ട് വരണം നമ്മൾ ഇട്ടുകൊടുക്കുന്ന പേര്. അതുകൊണ്ട് നാമകരണം ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണത്. ആ നാമകരണത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പേര് പോലും വളരെ അർത്ഥവത്തായ പേരായിരിക്കണം. ഇപ്പം അടുത്ത കാലത്ത് ആളുകൾക്ക് അർത്ഥമുള്ള പേര് വേണമെന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പൊക്കെ പേരിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പേരിൻ്റെ ആദ്യം, അമ്മയുടെ പേരിൻ്റെ ആദ്യം, അപ്പൂപ്പൻ്റെ പേരിൻ്റെ ആദ്യം, അമ്മമ്മയുടെ പേരിൻ്റെ ആദ്യം, അതൊക്കെ വെച്ചിട്ട് കച്ചട്ടത്തപ്പ എന്നൊക്കെ പേരിട്ട് കളയും. ഒരു കുട്ടിയുടെ പേരിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അറിഞ്ഞുകൂടാ, അമ്മയ്ക്കും അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. പേരിനൊരർത്ഥം വേണ്ടേ? ആ അർത്ഥമില്ലാത്ത പേരുകൾ, ശബ്ദങ്ങൾ കൊണ്ടൊന്നും ഒരു കുഞ്ഞിനും പേരിടാൻ പാടില്ല. അർത്ഥവത്തായ ശബ്ദം കൊണ്ട്, വാക്കുകൊണ്ട് പേര് കൊടുക്കണം. ആ പേരിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ 15 ദിവസത്തിന് ശേഷം പേരിടണം. 3 മാസം ആകുമ്പോൾ നിഷ്ക്രമണം, പുറത്തേക്ക് കൊണ്ടുപോകണം കുട്ടി. ഇനി അടുത്തത് സുവചം സുശ്രവം നാമ ധേയമൽപാക്ഷരാർത്ഥവത് അക്ലിഷ്ടം പുണ്യനക്ഷത്രേ വിദധീത ശുഭേഹനി. സുവചം ശുശ്രവം നാമധേയം അല്പാക്ഷരാർത്ഥവത് അക്ലിഷ്ടം പുണ്യനക്ഷത്രേ വിദധീത ശുഭേഹനി. ശുഭേ പുണ്യനക്ഷത്രേ അഹനി. ശുഭകരമായ ഒരു പുണ്യനക്ഷത്ര ദിവസം, പേരിടുന്ന ദിവസത്തെ നമ്മൾ പേരിടാനായിട്ട് നമുക്ക് ഒരു നല്ല ദിവസം തിരഞ്ഞെടുക്കാം. ആ നല്ല ദിവസം നോക്കിയിട്ട് സുവചം, നല്ല വാക്ക്, സുവചം. സുശ്രവം, കേൾക്കാനും സുഖം വേണം പേരിടുമ്പോൾ. അല്പാക്ഷരം, അക്ഷരം കുറഞ്ഞതുമായിരിക്കണം. ഒരു കുട്ടിക്ക് പേരിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗുരു പറയണത്. നല്ല വാക്കായിരിക്കണം പേര്, കേൾക്കാൻ സുഖമുണ്ടായിരിക്കണം, കുറഞ്ഞ വാക്കുകളായിരിക്കണം. ഇപ്പം നമ്മൾ ഒരു പേരിടുമ്പോൾ വളരെ നീണ്ട പേരിടരുത് ഒരിക്കലും. മറ്റു കുട്ടികൾക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പം അത് പിന്നീട് ആ കുട്ടിക്ക് ഒരു നിക്ക് നെയിമായിട്ട്, കുറ്റപ്പേര് അല്ലെങ്കിൽ ചെല്ലപ്പേരായ ദോഷപ്പേരൊക്കെ ആയിട്ട് വരും അത്. അതുകൊണ്ട് നീണ്ട പേരിട്ട് കൊടുക്കാതെ ചെറിയ പേരുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ മറ്റു കുട്ടികൾക്ക് അത് വിളിക്കാൻ എളുപ്പമാണ്. 3 അക്ഷരമുള്ള പേരാണ് ഏറ്റവും നല്ലത്. 2 അക്ഷരത്തിൽ കൊള്ളുകയാണെങ്കിൽ നല്ലതാണ്. 3 അക്ഷരത്തിൽ കൂടരുത് പേരിലേക്ക് വരുമ്പോൾ. അപ്പം അങ്ങനെ കേൾക്കാൻ ഇമ്പമുള്ളതും അർത്ഥവത്തായതും അല്പാക്ഷരവുമായിട്ടുള്ള പേര് തിരഞ്ഞെടുക്കണം. അത് അക്ലിഷ്ടമായിരിക്കണം. അക്ലിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സമില്ലാത്ത രീതിയിൽ പറയാൻ പറ്റണം. ക്ലിഷ്ടത ഉണ്ടാക്കരുത്. അക്ലിഷ്ടം, ക്ലിഷ്ടം പാടില്ല, ക്ലിഷ്ടമാകാൻ പാടില്ല പറയുമ്പോൾ. ആ പേര് നാമധേയം വിദധീത, ആ പേരിടണം.
അങ്ങനെയുള്ള പേരിട്ട് കൊടുക്കണം. ആ പേരിടുന്ന കാര്യത്തിൽ പോലും ഗുരു എങ്ങനെ ചെയ്യണ്ടേന്ന് പറയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണിതെല്ലാം. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ഒരു 10 വർഷം 20-25 വർഷം മുമ്പൊക്കെ ആളുകൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നില്ല. ഇനിയുള്ള കാലത്ത് ഇതൊക്കെ ശ്രദ്ധിക്കും. പേരിടുമ്പോൾ എങ്ങനെ ചെയ്യണം, എന്ത് പേരിടണം, അർത്ഥവത്തായ പേരിടണം, കേൾക്കാൻ ഇമ്പമുണ്ടായിരിക്കണം, അത് കേൾക്കാൻ മാത്രമല്ല അക്ലിഷ്ടമായിരിക്കണം. വിളിക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ആ പേര് വിളിക്കാനായിട്ട്.